Hi all, welcome to Happy School. CBSE Class 10 Chemistry first chapter ആയ Chemical Reactions and Equation എന്ന് പറഞ്ഞ ചാപ്റ്റർ ആണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഈ ചാപ്റ്റർ സിമ്പിൾ ആയിട്ട് ഒരു കൺസെപ്റ്റ് റിവിഷൻ ആണ് നമ്മൾ ഇന്ന് നോക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ചാപ്റ്ററിൽ മെയിനായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് ഒരു 6 പോയിന്റ്സ് ആണ്. ഈ 6 പോയിന്റ്സ് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഈ ചാപ്റ്റർ നമുക്ക് സിമ്പിളായിട്ട് മാർക്ക് സ്കോർ ചെയ്യാവുന്നതേ ഉള്ളൂ. നമ്മൾ ഫസ്റ്റ് പഠിക്കുക കെമിക്കൽ റിയാക്ഷൻ എന്താണ്, പിന്നെ കെമിക്കൽ ഇക്വേഷൻ, പിന്നെ പഠിക്കുക ബാലൻസ്ഡ് ആൻഡ് അൺബാലൻസ്ഡ് കെമിക്കൽ റിയാക്ഷൻ, ടൈപ്സ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ, കൊറോഷൻ, റാൻസിഡിറ്റി. അപ്പോൾ ഇനി നമ്മൾ എന്താണ് കെമിക്കൽ ഇക്വേഷൻ നോക്കാം. കെമിക്കൽ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഒരു സിംബോളിക് റെപ്രസെൻറ്റേഷൻ ആണ്, ഒരു റിയാക്ഷൻ്റെ സിംബോളിക് റെപ്രസെൻറ്റേഷൻ ആണ് കെമിക്കൽ ഇക്വേഷൻ. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട റിയാക്ഷൻ വാട്ടർ പ്ലസ് ഹൈഡ്രജൻ ഗീവ്സ് ഹൈഡ്രജൻ പ്ലസ് ഓക്സിജൻ ഗീവ് വാട്ടർ എന്നുള്ള റിയാക്ഷനെ നമ്മൾ എങ്ങനെ ഒരു സിംബൽസ് വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യും. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് മഗ്നീഷ്യം ഓക്സിജനും കമ്പൈൻ ചെയ്തിട്ട് മഗ്നീഷ്യം ഓക്സൈഡ് കിട്ടും. അപ്പോൾ ഇവിടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ കാണിക്കുന്നതാണ് റിയാക്റ്റൻസ് ആൻഡ് അത് കമ്പൈൻ ചെയ്ത് കിട്ടുന്ന നമ്മൾ റൈറ്റ് ഹാൻഡ് സൈഡിൽ കാണിക്കുന്നതാണ് പ്രൊഡക്റ്റ്. ഇനി ഈ ആരോ ആണ് ഈ ഒരു റിയാക്ഷൻ്റെ ഡിറക്ഷൻ കാണിക്കുക. അപ്പോൾ ഇവിടെ നടക്കുന്നത് ഒരു ഫോർവേഡ് ആരോ ആണ്. അപ്പോൾ ഇവിടെ ഒരു ഫോർവേഡ് റിയാക്ഷൻ ആണ് നടക്കുന്നത്. ഇനി ഇതൊരു ബാക്ക്വേർഡ് ആരോ ആണെങ്കിൽ ഇത് ഡിസോസിയേറ്റ് ചെയ്തിട്ട് മഗ്നീഷ്യം ഓക്സിജന് കിട്ടുന്നതാണ്, അത് ഡിനോട്ട് ചെയ്യാം. ഇനി ഒരു കെമിക്കൽ റിയാക്ഷൻ നടന്നിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ എങ്ങനെ മനസ്സിലാക്കും? അപ്പോൾ അതിന് നമുക്കൊരു പ്രൂഫ് വേണം. അപ്പോൾ ഒരു കെമിക്കൽ റിയാക്ഷൻ നടന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ചേഞ്ചസ് അവിടെ കാണിക്കും. അപ്പോൾ ഫസ്റ്റ് ആണ് ചേഞ്ച് ഇൻ സ്റ്റേറ്റ്. ഇപ്പം ഹൈഡ്രജൻ ക്ലോറൈഡും അമോണിയയും കൂടി ചേർന്നിട്ട് അമോണിയം ക്ലോറൈഡ് ഉണ്ടാവുന്ന സമയത്ത് HCl is a gas and ammonia is also a gas but the combined product is a solid. അമോണിയം ക്ലോറൈഡ് ഒരു സോളിഡ് ആണ്. അപ്പോൾ ഇവിടെ ചേഞ്ച് ഇൻ സ്റ്റേറ്റ് ഉണ്ട്. അപ്പോൾ ചേഞ്ച് ഇൻ സ്റ്റേറ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അവിടെ ഒരു റിയാക്ഷൻ നടന്നിട്ടുണ്ടെന്നാണ്. ഇനി അടുത്തതാണ് ചേഞ്ച് ഇൻ കളർ. അയേണും കോപ്പർ സൾഫേറ്റും കമ്പൈൻ ചെയ്തിട്ട് നമുക്ക് കിട്ടുക ഫെറസ് സൾഫേറ്റും കോപ്പറാണ്. ഇവിടെ കോപ്പർ സൾഫേറ്റ് നമുക്ക് ഓൾറെഡി അറിയാം, നല്ല ബ്ലൂ കളറാണ് ഉണ്ടാവും. ഇനി ഇത് കമ്പൈൻ ചെയ്ത് കിട്ടുന്ന നമ്മളുടെ അയൺ സൾഫേറ്റ് എന്ന് പറഞ്ഞ സബ്സ്റ്റൻസ് ഒരു ഗ്രീൻ കളറിലാണ് ഉള്ളത്. അപ്പോൾ അയൺ സൾഫേറ്റ് ഗ്രീൻ, അപ്പോൾ നമുക്ക് ഇവിടെ ഒരു കളറിൻ്റെ ചേഞ്ച് ഉണ്ടായി. അപ്പോൾ അതാണ് ഒരു റിയാക്ഷൻ്റെ ഇൻഡിക്കേറ്റർ ആണ്. ഇവിടെ ഒരു കെമിക്കൽ റിയാക്ഷൻ നടന്നിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഒരു ഇൻഡിക്കേറ്റർ ആണ് ഇവിടെയുള്ള ഈ കളർ ചേഞ്ച്. ഇനി അടുത്തതാണ് എവല്യൂഷൻ ഓഫ് ഗ്യാസ്. ഇപ്പോൾ സിങ്ക് പ്ലസ് sulfuric acid H2SO4 gives zinc sulfate plus hydrogen gas. ഇവിടെ ഹൈഡ്രജൻ ഗ്യാസ് ലിബറേറ്റ് ചെയ്ത് പോയി. അപ്പോൾ ഇവിടെ ഒരു ഗ്യാസ് ക്രിയേറ്റ് ചെയ്യാണ്. അപ്പോൾ ഈ ഗ്യാസ് ക്രിയേറ്റ് ചെയ്യുന്നതിനെ കൊണ്ട് തന്നെ ഇതൊരു റിയാക്ഷൻ്റെ ഇൻഡിക്കേറ്ററാണ്. ഇനി അടുത്തതാണ് ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ. കാൽഷ്യം ഓക്സൈഡും വാട്ടറും കമ്പൈൻ ചെയ്തിട്ട് കാൽഷ്യം ഹൈഡ്രോക്സൈഡും ഹീറ്റും ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഹീറ്റ് റിലീസ് ചെയ്യുമ്പോൾ തന്നെ ടെമ്പറേച്ചറിൽ നല്ല ചേഞ്ച് ഉണ്ടാവും. അപ്പോൾ ടെമ്പറേച്ചറിൽ ഉണ്ടാകുന്ന ഈ ചേഞ്ച് ഒരു റിയാക്ഷൻ നടന്നിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഒരു ഇൻഡിക്കേറ്ററാണ്. അടുത്തതാണ് ഫോർമേഷൻ ഓഫ് പ്രിസിപ്പിറ്റേറ്റ്. പൊട്ടാഷ്യം അയോഡൈഡും ലെഡ് നൈട്രേറ്റും കൂടി കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ പൊട്ടാഷ്യം നൈട്രേറ്റും ലെഡ് അയോഡൈഡും നമുക്ക് കിട്ടും. ഈ ലെഡ് അയോഡൈഡ് പ്രിസിപ്പിറ്റേറ്റ് ആയിട്ടാണ് ഉണ്ടാവുക. ഈ ലെഡ് അയോഡൈഡ് പ്രിസിപ്പിറ്റേറ്റ് ചെയ്യുന്നതിനെ കൊണ്ട് തന്നെ ഇതിപ്പോൾ ഈ ഒരു റിയാക്ഷൻ നമ്മൾ ടെസ്റ്റ് ട്യൂബിൽ അണ്ടർഗോ ചെയ്യുകയാണെങ്കിൽ ആ ടെസ്റ്റ് ട്യൂബിൻ്റെ അടിയിൽ ഈ ലെഡ് നൈട്രേറ്റ് വന്നിട്ട് എന്ത് ചെയ്യും, പ്രിസിപ്പിറ്റേറ്റ് ആയിട്ട് കിടക്കും. അപ്പോൾ അവിടെ പ്രിസിപ്പിറ്റേറ്റിൻ്റെ ഫോർമേഷൻ എന്ന് പറയുന്നത് ഒരു റിയാക്ഷൻ റേറ്റിനെ കാണിക്കുന്ന അല്ലെങ്കിൽ റിയാക്ഷനെ കാണിക്കുന്ന ഒരു ഇൻഡിക്കേറ്ററാണ്. ഇനി ടൈപ്സ് ഓഫ് കെമിക്കൽ ഇക്വേഷൻ. കെമിക്കൽ ഇക്വേഷൻ മെയിൻലി 2 ടൈപ്പ് ഉണ്ട്. ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ ഉണ്ട്, അൺബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷനും ഉണ്ട്. അപ്പോൾ എപ്പോഴും നമ്മളൊരു ഇക്വേഷൻ എഴുതുമ്പോൾ അത് ബാലൻസ്ഡ് ആയിട്ട് തന്നെ എഴുതണം. ഒരു ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ മീൻസ് അതിനെ അഗ്രി ചെയ്യുന്നതാണ്. അപ്പോൾ എപ്പോഴും ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് അഗ്രി ചെയ്തിട്ട് വേണം നമ്മളൊരു കെമിക്കൽ ഇക്വേഷനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി എന്താണ് ഒരു അൺബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ നോക്കാം. A chemical equation in which the number of atoms of one or more element is not equal on both sides. ബോത്ത് സൈഡ്സിലും ഈക്വൽ അല്ലെങ്കിൽ അവിടെ നടക്കുന്ന റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ അത് അൺബാലൻസ്ഡ് ആണ്. ഇപ്പോൾ H2 + O2 gives H2. ഇവിടെ നമുക്ക് LHSൽ നോക്കുകയാണെങ്കിൽ 2 ഹൈഡ്രജൻ ഉണ്ട്, RHSലും 2 ഹൈഡ്രജൻ ഉണ്ട്. ബട്ട് ഇവിടെ 2 ഓക്സിജൻ ഉണ്ട്, ഇവിടെ ഒരൊറ്റ ഓക്സിജനേ ഉള്ളൂ. അപ്പോൾ ഓക്സിജൻ്റെ നമ്പർ എന്തല്ല, സെയിം അല്ല. അപ്പോൾ ഇവിടെ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് വയലേറ്റഡ് ആണ്. അപ്പോൾ ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം, ബാലൻസ് ചെയ്യണം. അപ്പോൾ ഇതിപ്പോൾ ഒരു അൺബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ ആണ്. എന്താണ് ഇനി ഒരു ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ നോക്കുക. റൈറ്റ് ഹാൻഡ് സൈഡിലും ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും സെയിം നമ്പർ ഓഫ് ആറ്റംസ് ആണുള്ളെങ്കിൽ നമുക്ക് ആ ഒരു ഇക്വേഷൻ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ ആണെന്ന് പറയാം. ഈ കെമിക്കൽ ഇക്വേഷൻ ഇൻ വിച്ച് ദ നമ്പർ ഓഫ് ആറ്റംസ് ഓഫ് ഈച്ച് എലമെന്റ് ഇസ് ഈക്വൽ ഓൺ ബോത്ത് സൈഡ്. ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ സിങ്ക് പ്ലസ് H2SO4 ഗീവ് സിങ്ക് സൾഫൈറ്റ് പ്ലസ് H2. ഇവിടെ സിങ്കിൻ്റെ നമ്പർ ഇവിടെ 1 ആണ്, LHSൽ 1 ആണ്, RHSലും 1 ആണ്. ഹൈഡ്രജൻ്റെ നമ്പർ ഇവിടെ 2 ആണ്, ഇവിടെ 2 ആണ്. സൾഫർ 1, ഓക്സിജൻ 4. അപ്പോൾ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസിനെ അഗ്രി ചെയ്യുന്നുണ്ട്. നമ്പർ ഓഫ് ആറ്റംസും 2 സൈഡിലും ഈക്വലും ആണ്. അപ്പോൾ ഇവിടെ ഒരു ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷനുള്ള ഒരു എക്സാമ്പിളാണ് ഈ ഒരു തന്നിരിക്കുന്ന എക്സാമ്പിൾ.
ഇനി എങ്ങനെയാണ് ഒരു ഇക്വേഷൻ നമ്മൾ ബാലൻസ് ചെയ്യാൻ നോക്കാം. ഇവിടെ ഇപ്പോൾ ഒരു അൺബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ തന്നിട്ടുണ്ട്. Al plus HCl gives AlCl3 plus H2. അപ്പോൾ ഇതിനെ നമ്മൾ ആദ്യം ബാലൻസ് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് അലൂമിനിയത്തിന് നോക്കാം. അപ്പോൾ LHSൽ ഒരു അലൂമിനിയം ഉണ്ട്, RHSലും ഒരു അലൂമിനിയം ഉണ്ട്. ഹൈഡ്രജൻ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു ഹൈഡ്രജനേ ഉള്ളൂ, ഇവിടെ 2 ഹൈഡ്രജൻ ഉണ്ട്. ക്ലോറിൻ നോക്കുകയാണെങ്കിൽ ഒരു ക്ലോറിൻ, ഇവിടെ 3 ക്ലോറിൻ. അപ്പോൾ നമ്മൾ അത് ക്ലോറിനെ ബാലൻസ് ചെയ്യുന്ന സമയത്ത് ഇവിടെ നമുക്ക് 3 ക്ലോറിൻ ആക്കാം. 3HCl. അപ്പോൾ ക്ലോറിൻ ബാലൻസ് ആയി. പക്ഷേ ഹൈഡ്രജന്റെ നമ്പർ എന്തായി? 3 ഹൈഡ്രജൻ ആയി. ഇവിടെ ആണെങ്കിലോ 2 ഹൈഡ്രജൻ ആണ്. അപ്പോൾ 3 ഹൈഡ്രജൻ 2 ഹൈഡ്രജൻ. അപ്പോൾ റൈറ്റ് ഹാൻഡ് സൈഡിലും ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും അൺഈക്വൽ ആണ്. അപ്പോൾ ഇത് സെയിം ആവാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുക? 3x2 LCM കണ്ടുപിടിക്കാം. 3x2 LCM എടുത്താൽ നമുക്ക് എന്താ കിട്ടുക? 6. അപ്പോൾ 6 ആക്കണം, 2 സൈഡിലും 6 ഹൈഡ്രജൻ ആക്കണം. അപ്പോൾ അലൂമിനിയം പ്ലസ് ഇവിടെ 3 ഇൻറ്റു എന്ത് ചെയ്താലേ 6 കിട്ടുക? 2 ചെയ്യണം. അപ്പോൾ 2 വെച്ച് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 2 × 3 6. അപ്പോൾ 6HCl gives AlCl3. ഇവിടെ 2 ഹൈഡ്രജൻ ആണ്, അതിനെ 6 ആക്കണേ നമ്മൾ 3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 3H2. ഇപ്പം എന്തായി? ഹൈഡ്രജന്റെ നമ്പർ സെയിം ആയി, പക്ഷേ ക്ലോറിൻ്റെ നമ്പർ എന്തായി? കൂടി. ക്ലോറിൻ ഇവിടെ 6 ആണ്, അവിടെ 3 ആണ്. അപ്പോൾ ഇവിടെ 3ഉം 6ഉം 3ഉം 6 എന്ന് പറഞ്ഞാൽ അതിൻ്റെ LCM എത്ര? 2 ആണ്. അപ്പോൾ ഇവിടെ 2 AlCl3 എഴുതി കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ എന്തിൻ്റെ നമ്പർ സെയിം ആയി? ക്ലോറിൻ്റെ നമ്പർ സെയിം ആയി, ഹൈഡ്രജൻ നമ്പർ സെയിം ആയി. ബട്ട് അലൂമിനിയം ഇവിടെ 2 ആയിട്ട് ഇൻക്രീസ് ചെയ്യപ്പെട്ടു. അപ്പോൾ ഫസ്റ്റ് ഒരൊറ്റ അലൂമിനിയം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിനെ ഇതാക്കാൻ വേണ്ടി ഇവിടെയും 2 ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളുടെ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ നമുക്ക് ഇങ്ങനെ കിട്ടാം. 2 അലൂമിനിയം പ്ലസ് 6HCl gives 2 AlCl3 plus 3H2. അതാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഇനി റൈറ്റിംഗ് സിമ്പിൾസ് ഓഫ് ഫിസിക്കൽ സ്റ്റേറ്റ്. അപ്പോൾ ഒരു കെമിക്കൽ ഇക്വേഷൻ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് മോർ ഇൻഫോർമേറ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഫിസിക്കൽ സ്റ്റേറ്റും കൂടെ അതിൻ്റെ കൂടെ മെൻഷൻ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ സോളിഡിനെ നമ്മൾ S വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുക. സോളിഡിനെ S വെച്ച് ഡിനോട്ട് ചെയ്യും. ലിക്വിഡ് ആണെങ്കിൽ L വെച്ച് ഡിനോട്ട് ചെയ്യും. ഗ്യാസ് ആണെങ്കിൽ G വെച്ച് ഡിനോട്ട് ചെയ്യും. ഇനി ഒരു അക്വസ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എലമെന്റ് അല്ലെങ്കിൽ ഒരു കോമ്പൗണ്ട്, ഒരു മിക്സറിനെ നമ്മളൊരു സൊല്യൂഷനിൽ, ഒരു വാട്ടറിൽ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ റിയാക്ഷനിൽ പങ്കെടുപ്പിക്കുന്നതെങ്കിൽ അത് അക്വസ് സ്റ്റേറ്റിലാണെന്ന് പറയാം. അക്വസ് എന്ന് പറഞ്ഞാൽ സൊല്യൂഷൻ ഇൻ വാട്ടർ ആണ്. അത് AQ എന്നിട്ട് രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുക? റെപ്രസെൻറ്റ് ചെയ്യുക. അപ്പോൾ എക്സാമ്പിളായിട്ട് അയണിൻ്റെ ഒരു റിയാക്ഷനാണ്. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, അയൺ സോളിഡ് സ്റ്റേറ്റിലാണുള്ളത്, വാട്ടർ ഗ്യാഷ്യസ് സ്റ്റേറ്റിലാണ്, മീൻസ് വാട്ടർ വേപ്പർ ആയിട്ടാണുള്ളത്, ഗ്യാഷ്യസ് സ്റ്റേറ്റിലാണുള്ളത്. Fe3O4 സോളിഡ് സ്റ്റേറ്റിലാണുള്ളത്, ഹൈഡ്രജൻ ഗ്യാസ് ആയിട്ടാണ് ഉള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്തു? ഫിസിക്കൽ സ്റ്റേറ്റും കൂടെ ഇവിടെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി റിയാക്ഷൻസ് കണ്ടീഷൻസ് ഇൻ കെമിക്കൽ ഇക്വേഷൻ. ഇനി ഒന്നുകൂടെ അതിനെ കൂടുതൽ ഇൻഫോർമേറ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് അവിടെ കണ്ടീഷനും കൂടി കൊടുക്കാം. സംടൈംസ് റിയാക്ഷൻ കണ്ടീഷൻസ് ലൈക്ക് ടെമ്പറേച്ചർ, പ്രഷർ ഓർ കാറ്റലിസ്റ്റ് ആർ റിട്ടൺ എബവ് ഓർ ബിലോ ദ ആരോ. ആരോൻ്റെ എബവ് ഓർ ബിലോ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? അതിൻ്റെ കണ്ടീഷൻസും കൂടി നമുക്ക് സ്പെസിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ഫസ്റ്റ് റിയാക്ഷൻ നോക്കുക. ഇത് ഫോട്ടോസിന്തസിൻ്റെ റിയാക്ഷനാണ്. കാർബൺ ഡയോക്സൈഡ് പ്ലസ് വാട്ടർ ഗീവ്സ് കാർബോഹൈഡ്രേറ്റ് ആൻഡ് ഓക്സിജൻ, മീൻസ് ഗ്ലൂക്കോസ് പ്ലസ് ഓക്സിജൻ. അപ്പോൾ ഇവിടെ നമ്മൾ സൺലൈറ്റിൻ്റെ പ്രസൻസിൽ വേണം ഫോട്ടോസിന്തസിസ് റിയാക്ഷൻ നടക്കാൻ. നമുക്ക് ഓൾറെഡി അറിയാം. അപ്പോൾ സൺലൈറ്റിൻ്റെ പ്രസൻസ് വേണം, പ്ലസ് ക്ലോറോഫിൽ പിഗ്മെൻറ്റിൻ്റെ പ്രസൻസും വേണം. അപ്പോൾ സൺലൈറ്റ്, ക്ലോറോഫിൽ എന്നുള്ളത് ഇവിടെ സ്പെസിഫിക് ആയിട്ട് മെൻഷൻ ചെയ്തിട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ അതാണ് ഇവിടെ കാണിക്കുന്നത്. ഇനി 2H2O ഇലക്ട്രിക് കറണ്ടിൻ്റെ പ്രസൻസിൽ ഡിസോസിയേറ്റ് ചെയ്തിട്ട് വാട്ടറും ഓക്സിജനും ആയിട്ട് മാറുകയാണ്. ഇവിടെ ഇലക്ട്രിക് കറണ്ട് ഒരു സ്പെഷ്യൽ കണ്ടീഷനായിട്ട് ഇവിടെ റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി KClO3 ഇവിടെ ഒരു ട്രയാങ്കിൾ പോലത്തെ ഒരു സിമ്പിൾ. ഇതിൻ്റെ അർത്ഥം എന്താ? ഹീറ്റാണ്. ദിസ് ഇൻഡിക്കേറ്റ്സ് എ കണ്ടിന്യൂസ് അഡീഷൻ ഓഫ് ഹീറ്റ്. അപ്പോൾ ഹീറ്റ് വെച്ച് കഴിഞ്ഞാൽ ഇത് ഡിസോസിയേഷൻ നടക്കും. അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഹീറ്റ് ഈ ഒരു സിമ്പിൾ വെച്ചിട്ട് ഡിനോട്ട് ചെയ്യുന്നത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ടൈപ്സ് ഓഫ് കെമിക്കൽ റിയാക്ഷൻസ് ആണ്. നമുക്ക് മെയിൻലി ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് 5 ടൈപ്സ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ ആണ്. 1 കോമ്പിനേഷൻ റിയാക്ഷൻ, 2 ഡീകമ്പോസിഷൻ റിയാക്ഷൻ, 3 ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ, 4 ഡബിൾ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ ആൻഡ് 5 ഓക്സിഡേഷൻ റിഡക്ഷൻ റിയാക്ഷൻസ് ഓർ റിഡോക്സ് റിയാക്ഷൻസ്.
ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് റിയാക്ഷൻ പഠിക്കാം. ഫസ്റ്റ് റിയാക്ഷൻ എന്ന് പറയുന്നത് കോമ്പിനേഷൻ റിയാക്ഷൻ ആണ്. കോമ്പിനേഷൻ റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ പറയല്ലേ, ഫോർ എക്സാമ്പിൾ ആയിട്ട് ഇപ്പോൾ ഇഡ്ലിക്ക് സാമ്പാർ നല്ല കോമ്പിനേഷനാണ്, അങ്ങനെ നമ്മളിപ്പോൾ മന്തിക്ക് മയോണൈസ് നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ രണ്ട് സാധനങ്ങൾ നല്ല കോമ്പിനേഷനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കമ്പൈൻ ചെയ്തിട്ട് നമുക്കൊരു സിംഗിൾ പ്രൊഡക്റ്റ് കിട്ടുകയാണ്. അപ്പോൾ 2 or more substances combine to form a single product. That reaction is known as combination reaction. A reaction in which 2 or more substances combine to form a single product is called a combination reaction. ഇപ്പോൾ ജനറൽ ഫോം A+B നമുക്ക് AB എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിംഗിൾ പ്രൊഡക്റ്റ് ആണ് നമുക്ക് കിട്ടുക. ഇപ്പോൾ ഇവിടെ ഒരു പിക്ടോറിയൽ റെപ്രസെൻറ്റേഷൻ തന്നിട്ടുണ്ട്. നൈട്രജനും ഹൈഡ്രജനും കമ്പൈൻ ചെയ്തിട്ട് അമോണിയ ഉണ്ടാവുന്നത് N2+3H2 ബാലൻസ്ഡ് ഇക്വേഷൻ ആണ്, gives 2NH3. ഓക്കെ, ദാറ്റ്സ് ഓൾ അബൌട്ട് കോമ്പിനേഷൻ റിയാക്ഷൻ. ഇനി അടുത്ത റിയാക്ഷൻ എന്ന് പറയുന്നത് ഡീകമ്പോസിഷൻ റിയാക്ഷൻ ആണ്. ഒരു ഡീകമ്പോസിഷൻ റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ റിയാക്ഷൻ ഇൻ വിച്ച് എ സിംഗിൾ കോമ്പൗണ്ട് ബ്രേക്സ് ഡൗൺ ഇൻ ടു 2 or more simpler substances is called a decomposition reaction. ഒരൊറ്റ സിംഗിൾ കോമ്പൗണ്ട് ഡീകമ്പോസ് ചെയ്തിട്ട് 2 അതിലധികമോ സബ്സ്റ്റൻസസ് ആയിട്ട് മാറാം. ഇപ്പോൾ ജനറൽ ഫോം നോക്കൂ, AB gives A+B. അപ്പോൾ ഇവിടെ കാൽഷ്യം കാർബണേറ്റ് ഹീറ്റ് വെച്ച് നമ്മൾ റിയാക്ട് ചെയ്യുകയാണെങ്കിൽ കാൽഷ്യം ഓക്സൈഡും കാർബൺ ഡൈ ഓക്സൈഡും ആയിട്ട് ഫോം ചെയ്യും. അപ്പോൾ ഇവിടെ ഒരു തെർമൽ ഡീകമ്പോസിഷൻ ആണ് നടക്കുന്നത്. ഹീറ്റ് വെച്ചിട്ടാണ് നമ്മൾ അതിനെ ഡീകമ്പോസ് ചെയ്യുന്നത്. ഇനി ഫോട്ടോളിസിസ് ഉണ്ട്. ഫോട്ടോളിസിസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ലൈറ്റ് വെച്ചിട്ട് ഡീകമ്പോസ് ചെയ്യുക. അപ്പോൾ ഈ ഡീകമ്പോസിഷൻ റിയാക്ഷൻ മീൻസ് ഇതുവരെ സ്പ്ലിറ്റ് ചെയ്തിട്ട് ഇവർ 2 ഡിഫറെൻറ്റ് പ്രൊഡക്റ്റ് ആയിട്ട് മാറുന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെർമൽ ആവാം, ഇലക്ട്രോളിസിസ് നമുക്ക് ഇലക്ട്രിക് കറണ്ട് വെച്ചിട്ട് ഇവരെ ഡിഫറൻഷിയേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ലൈറ്റ് വെച്ചിട്ട് ഫോട്ടോളിസിസ് ലൈറ്റ് വെച്ചിട്ട് നമുക്ക് ഇവരെ ഡീകമ്പോസ് ചെയ്യാം. ഇനി അടുത്തൊരു ടൈപ്പ് എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ ആണ്. A reaction in which a more reactive element displaces a less reactive element from its compound. ഒരു കോമ്പൗണ്ടിൽ ഹൈ റിയാക്റ്റീവ് ആയിട്ടുള്ള എലമെന്റ് അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഇപ്പോൾ ലെസ് റിയാക്റ്റീവ് ആയിട്ടുള്ള എലമെന്റ് ഉണ്ടെങ്കിൽ അവർ എന്ത് ചെയ്യുക, ഡിസ്പ്ലേസ് ചെയ്യുക. അതിനാണ് ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ എന്ന് പറയുന്നത്. എക്സാമ്പിൾ ആണ് കോപ്പർ സൾഫേറ്റും അയൺ. കോപ്പർ സൾഫേറ്റ് എന്ന് പറയുന്നതിൽ കോപ്പർ എന്ന് പറയുന്നത് ലെസ് റിയാക്റ്റീവ് എലമെന്റ് ആണ് അയണിനെ വെച്ച് നോക്കുമ്പോൾ. അപ്പോൾ അയൺ എന്ത് ചെയ്യും, ഈ കോപ്പറിനെ സൾഫേറ്റ് സൊല്യൂഷനിൽ നിന്നിട്ട് ഡിസ്പ്ലേസ് ചെയ്തിട്ട് എന്തായിട്ട് മാറും, ഫെറസ് സൾഫേറ്റ് ആയിട്ട് മാറും. ഇവിടെ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു, കളർ ഇൻഡിക്കേഷനിൽ പറഞ്ഞു ബ്ലൂ കളറാണ്. എന്നിട്ട് നമ്മൾ ഈ അയൺ അവിടെ വന്ന് ഡിസ്പ്ലേസ് ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് ഗ്രീൻ കളറാണ്. അപ്പോൾ ബാക്കി Cu മാത്രമായിട്ട് മാറും. സോ ഇതൊരു ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷനുള്ള ഒരു എക്സാമ്പിൾ ആണ്. അടുത്തത് ഡബിൾ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ ആണ്. എ റിയാക്ഷൻ ഇൻ വിച്ച് 2 കോമ്പൗണ്ട് എക്സ്ചേഞ്ച് അയോൺസ് ടു ഫോം ന്യൂ കോമ്പൗണ്ട്സ്. അപ്പോൾ അവരെന്ത് ചെയ്യുക, അയോൺസിനെ തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്തിട്ട് ഒരു പുതിയ കോമ്പൗണ്ട് ഉണ്ടായി മാറും. അതിനാണ് ഡബിൾ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ സിൽവർ നൈട്രേറ്റ് AgNO3, സോഡിയം ക്ലോറേറ്റ് NaCl ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും അയോൺസിനെ എക്സ്ചേഞ്ച് ചെയ്യും. എന്നിട്ട് നമുക്ക് കിട്ടുന്നത് AgCl. ഇവർ എക്സ്ചേഞ്ച് ചെയ്താൽ AgCl ഫോം ചെയ്യും, NaNO3. AgCl സിൽവർ ക്ലോറൈഡും സോഡിയം നൈട്രേറ്റും ആയിട്ടാണ് ഫോം ചെയ്യുന്നത്. ഇനി അടുത്ത റിയാക്ഷൻ ആണ് ഓക്സിഡേഷൻ ആൻഡ് റിഡക്ഷൻ റിയാക്ഷൻസ് ഓർ റിഡോക്സ് റിയാക്ഷൻ. അപ്പോൾ അതിൽ ആദ്യം നമ്മൾ എന്താണ് ഓക്സിഡേഷൻ നോക്കണം, പിന്നെ എന്താണ് റിഡക്ഷൻ നോക്കണം. ഓക്സിഡേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗെയിൻ ഓഫ് ഓക്സിജൻ ഓർ ലോസ് ഓഫ് ഹൈഡ്രജൻ ആണ്. ഓക്സിജനെ ഗെയിൻ ചെയ്യുക അല്ലെങ്കിൽ ഹൈഡ്രജനെ ലോസ് ചെയ്യുക. റിഡക്ഷൻ എന്ന് പറയുമ്പോൾ നേരെ റിവേഴ്സ് ആണ്, ലോസ് ഓഫ് ഓക്സിജൻ ഓർ ഗെയിൻ ഓഫ് ഹൈഡ്രജൻ ആണ്. ഇപ്പോൾ കോപ്പർ ഓക്സൈഡ് പ്ലസ് ഹൈഡ്രജൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റിയാക്ഷൻ നോക്കുമ്പോൾ CuO+H2 gives Cu+H2. ഇവിടെ കോപ്പർ ഓക്സൈഡിലുള്ള ഓക്സിജനെ ഹൈഡ്രജൻ എടുത്തു, അപ്പം ഇവിടെ കോപ്പറിന് ഓക്സിജൻ റിമൂവ് ചെയ്യപ്പെട്ടു. അപ്പോൾ ഇവിടെ എന്താ നടക്കുന്നത്, ലോസ് ഓഫ് ഓക്സിജൻ ആണ്. അപ്പോൾ കോപ്പറിന് ഇവിടെ എന്ത് നടന്നു, കോപ്പറിന് ഇവിടെ റിഡക്ഷൻ നടന്നു. ഹൈഡ്രജൻ ആണെങ്കിൽ ഓക്സിജന് കിട്ടി വാട്ടർ ഫോം ചെയ്യുമ്പോൾ. അപ്പോൾ ഓക്സിജനെ കിട്ടിയോണ്ട് തന്നെ ഇവിടെ എന്ത് നടക്കുന്നു, ഓക്സിഡേഷൻ നടക്കുന്നു. അപ്പോൾ കോപ്പർ ഇസ് റെഡ്യൂസ്ഡ് ആണ്, ഹൈഡ്രജൻ ഇസ് ഓക്സിഡൈസ്ഡ് ആണ്. ഓക്സിഡേഷൻ ആൻഡ് റിഡക്ഷൻ ഓൾവേസ് ടുഗെദർ മീൻസ് ഒരു ഓക്സിഡേഷൻ നടക്കുകയാണെങ്കിൽ അതിൻ്റെ ഇൻവേഴ്സ് ആയിട്ട് അവിടെ എന്ത് നടക്കുന്നുണ്ടാവും, റിഡക്ഷൻ നടക്കുന്നുണ്ടാവും. അപ്പോൾ ഓക്സിഡേഷനും റിഡക്ഷനും ഒരുമിച്ചേ നടക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ അവർ നമുക്ക് എപ്പോഴും റിഡോക്സ് റിയാക്ഷൻസ് ആയിട്ടാണ് ഫോം ചെയ്യുക. അപ്പം ഓൾ ടുഗെദർ ഈ 5 റിയാക്ഷൻസ് എന്താണെന്ന് പറയുകയാണെങ്കിൽ, കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ ഒരു സിംഗിൾ പ്രൊഡക്റ്റ് ആണ് ഫോം ചെയ്യുന്നത്. ഡികമ്പോസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺസ് റിയാക്റ്റൻറ്റ് സ്പ്ലിറ്റ് ചെയ്യാണ്, ഒരു റിയാക്റ്റൻറ്റ് സ്പ്ലിറ്റ് ചെയ്യാണ്. ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോർ റിയാക്റ്റീവ് എലമെന്റ് റീപ്ലേസ് ചെയ്യാണ് ലെസ് റിയാക്റ്റീവ് എലമെന്റിനെ. ഡബിൾ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്ചേഞ്ച് ഓഫ് അയോൺസ് ആണ്. ആൻഡ് റിഡോക്സ് റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്സിഡേഷൻ ആൻഡ് റിഡക്ഷൻ റിയാക്ഷന്റെ കോമ്പിനേഷൻ ആണ്. ഓക്കെ, അപ്പോൾ റിഡോക്സ് റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്സിഡേഷന്റെയും റിഡക്ഷന്റെയും കോമ്പിനേഷൻ ആണ്. അപ്പോൾ ഈ 5 റിയാക്ഷൻസ്
റിയാക്ഷൻസ് ആണ് നമ്മളിപ്പോൾ പഠിച്ചത്. ഇനി എന്താണ് ഒരു ഓക്സിഡൈസിങ് ഏജന്റ് അല്ലെങ്കിൽ റെഡ്യൂസിങ് ഏജന്റ് എന്ന് നോക്കാം. അപ്പോൾ ഓക്സിഡൈസിങ് ഏജന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ സബ്സ്റ്റൻസ് കോസസ് ഓക്സിഡേഷൻ ആൻഡ് ഗെറ്റ്സ് റെഡ്യൂസ്ഡ് ഇറ്റ് സെൽഫ്. ആ ഒരു സബ്സ്റ്റൻസിന് റിഡക്ഷൻ ആണ് നടക്കുന്നതെങ്കിലും ആ സബ്സ്റ്റൻസ് കാരണം മറ്റൊരു സബ്സ്റ്റൻസിന് ഓക്സിഡേഷൻ ആണ് നടക്കുന്നത്. ഇപ്പോൾ ഇവിടെ നമ്മൾ ഓൾറെഡി കണ്ട എക്സാമ്പിളിൽ കോപ്പർ ഓക്സൈഡിലുള്ള കോപ്പറിന് എന്താ നടക്കുന്നത്? കോപ്പറിന് റിഡക്ഷൻ ആണ് നടക്കുന്നത്. ബട്ട് ഈ കോപ്പർ ഓക്സൈഡ് കാരണമാണ് ഹൈഡ്രജൻ ഓക്സിഡൈസ്ഡ് ആയത്. അതുകൊണ്ട് ഇവിടെയുള്ള ഈ കോപ്പർ 2 ഓക്സൈഡ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ഓക്സിഡൈസിങ് ഏജന്റ് ആണ്. ഇനി റെഡ്യൂസിങ് ഏജന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ സബ്സ്റ്റൻസ് ദാറ്റ് കോസസ് റിഡക്ഷൻ ആൻഡ് ഗെറ്റ്സ് ഓക്സിഡൈസ്ഡ് ഇറ്റ് സെൽഫ്. ആ സബ്സ്റ്റൻസ് കാരണമാണ് അവിടെ റിഡക്ഷൻ നടക്കുന്നത്, പക്ഷെ അതിന് ഇറ്റ് സെൽഫ് എന്താ നടക്കുക? ഓക്സിഡേഷനാണ് നടക്കുക. ഇവിടെ ഹൈഡ്രജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുള്ള എലമെന്റിന് ഹൈഡ്രജൻ ഇറ്റ് സെൽഫ് എന്താ നടക്കുന്ന? ഓക്സിഡേഷൻ. ഹൈഡ്രജൻ എന്തേ? ഓക്സിജനെ കിട്ടി. ബട്ട് ഹൈഡ്രജൻ എന്ന് പറഞ്ഞ സബ്സ്റ്റൻസ് കാരണമാണ് ഇവിടെ കോപ്പർ ഓക്സൈഡ് റെഡ്യൂസ്ഡ് ആയത്. അപ്പം ഇവിടെ ഉള്ള ഹൈഡ്രജൻ എന്ന് പറയുന്നതാണ് റെഡ്യൂസിങ് ഏജന്റ്, കോപ്പർ ഓക്സൈഡ് ആണ് ഓക്സിഡൈസിങ് ഏജന്റ്. ഇനി ഇഫക്ട്സ് ഓഫ് ഓക്സിഡേഷൻ ഇൻ എവറിഡേ ലൈഫാണ്. എവറിഡേ ലൈഫിൽ നമ്മൾ ഓക്സിഡേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ് എവിടേക്കാണ് കാണുന്നത് നോക്കാം. അപ്പോൾ അതിൽ നമുക്ക് 2 കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. ഒന്ന് കൊറോഷനും രണ്ടാമത്തത് റാൻസിഡിറ്റി. അപ്പോൾ കൊറോഷൻ നമ്മൾ എല്ലാവരും ഡെയിലി ലൈഫിൽ കാണുന്നതാണ്. റെസ്റ്റിംഗ് ഓഫ് അയൺ, നമ്മുടെ ഇരുമ്പൊക്കെ തുരുമ്പെടുക്കുന്നത്. അപ്പോൾ കൊറോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡിസ്ട്രക്ഷൻ ഓഫ് മെറ്റലാണ്, ഒരു മെറ്റലിൻ്റെ ഡിസ്ട്രക്ഷനാണ്. എന്ത് കാരണം? മോയ്സ്ചർ ഓർ ആസിഡ് ഓർ വാട്ടർ മോളിക്യൂൾസ് കാരണം. ഇൻ പ്രസൻറ്റ് ഇൻ ദ എയർ, അറ്റ്മോസ്ഫിയറിലുള്ള എയർ കാരണം അല്ലെങ്കിൽ മോയ്സ്ചർ കാരണം, ആസിഡ്സോ കെമിക്കൽസോ കാരണം ഒരു എലമെന്റ് അല്ലെങ്കിൽ ഒരു മെറ്റൽ, മെയിൻലി മെറ്റൽസ് ഡിസ്ട്രക്റ്റഡ് ആവുകയാണെങ്കിൽ ആ പ്രോസസ്സിനാണ് കൊറോഷൻ എന്ന് പറയുക. അതിൽ തന്നെയുള്ള ഒരു എക്സാമ്പിളാണ് റെസ്റ്റിംഗ് ഓഫ് അയൺ. അപ്പോൾ കൊറോഷൻ്റെ ഡെഫിനിഷൻ: കൊറോഷൻ ഇസ് എ സ്ലോ ഡിസ്ട്രക്ഷൻ ഓഫ് മെറ്റൽസ് ഡ്യൂ ടു ദെയർ റിയാക്ഷൻ വിത്ത് ഓക്സിജൻ, മോയ്സ്ചർ, ആസിഡ്സ് ഓർ ഗ്യാസസ് പ്രസന്റ് ഇൻ ദ എൻവിറോൺമെന്റ്. എക്സ്പ്ലനേഷൻ നോക്കുകയാണെങ്കിൽ വെൻ മെറ്റൽസ് റിമെയിൻ എക്സ്പോസ് ടു എയർ ആൻഡ് മോയ്സ്ചർ ഫോർ എ ലോങ് ടൈം ദേ അണ്ടർഗോ ഓക്സിഡേഷൻ. അപ്പോൾ കുറേ കാലം മോയ്സ്ചറിനൊക്കെ വേണ്ടിയിട്ട് ഇങ്ങനെ എക്സ്പോസ്ഡ് ആയിട്ടാണെങ്കിൽ അവർ മെല്ലെ മെല്ലെ ഓക്സിഡേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ് നടക്കും. This leads to the formation of undesirable substances which weaken the metal and reduces its strength. അതിൻ്റെ സ്ട്രെങ്ത് എന്തെയും കുറഞ്ഞു വരും. എക്സാമ്പിൾ ആണ് റെസ്റ്റിംഗ് ഓഫ് അയൺ. Iron reacts with oxygen and moisture present in the air to form rust. അപ്പോൾ ഈ റെസ്റ്റ് എന്ന് പറയുന്നത് കെമിക്കലി ഹൈഡ്രേറ്റഡ് അയൺ 3 ഓക്സൈഡ് ആണ്. ഹൈഡ്രേറ്റഡ് അയൺ 3 ഓക്സൈഡ്, ഈ തുരുമ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അതായിട്ട് എന്ത് ചെയ്യും? ഫോം ചെയ്യും. അത് കാരണം എന്ത് ചെയ്യും? ആ ഒരു എലമെൻറ്റിന്, ആ ഒരു അയൺ മുമ്പ് ഉണ്ടായിട്ടുണ്ടായിരുന്ന സ്ട്രെങ്ത് എന്ത് ചെയ്യും? കുറഞ്ഞു വരും. ഇനി കെമിക്കലി റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ അയൺ പ്ലസ് ഓക്സിജൻ പ്ലസ് വാട്ടർ ആണ് ഈ റെസ്റ്റ് എന്ന് പറയുന്നത്. എഫക്ട്സ് ഓഫ് കൊറോഷൻ. അപ്പോൾ കൊറോഷൻ കാരണം ഒരു മെറ്റലിന് എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? ഒന്നെന്ന് പറഞ്ഞാൽ വീക്കൻസ് മെറ്റൽ സ്ട്രക്ചർ. അതിൻ്റെ മെറ്റൽ സ്ട്രക്ചർ കംപ്ലീറ്റ്ലി വീക്കൻഡ് ആവും. പിന്നെ ഡാമേജ് ബ്രിഡ്ജസ്, പൈപ്പ് ലൈൻസ് ആൻഡ് വെഹിക്കിൾസ്. ഇപ്പോൾ വെഹിക്കിൾസിൽ, ബ്രിഡ്ജസിൽ, പൈപ്പ് ലൈൻസിലൊക്കെ നമ്മൾ മെറ്റൽസ് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഈ ഒരു റെസ്റ്റിംഗ് കാരണം അതിൻ്റെ എല്ലാം സ്ട്രെങ്ത് കുറഞ്ഞു വരും. കോസസ് എക്കണോമിക് ലോസ് ഡ്യൂ ടു റീപ്ലേസ്മെൻറ്റ് ആൻഡ് മെയിൻ്റെനൻസ്. അപ്പോൾ ഈ ബ്രിഡ്ജും വെഹിക്കിൾസും ഒക്കെ ഇങ്ങനെ വീക്കൻ ചെയ്യുമ്പോൾ നമ്മൾ പുതിയ പാർട്സ് അതിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ പുതിയത് വാങ്ങേണ്ടി വരും. അപ്പോൾ അവിടെ അത് കാരണം ഫിനാൻഷ്യൽ ഓർ എക്കണോമിക് ലോസ് ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാം? പ്രിവെൻറ്റ് ചെയ്യാൻ മെയിൻലി 3 വേസ് ഉണ്ട്: പെയിൻറ്റിങ്, ഗാൽവനൈസേഷൻ, ഓയിലിംഗ് ആൻഡ് ഗ്രീസിങ്. അതെന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇപ്പോൾ പെയിൻറ്റിങ് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മളൊരു പുതിയൊരു അയണിൻ്റെ എന്തെങ്കിലും ഇപ്പോൾ ഒരു നെയിൽ വാങ്ങി ആ നെയിലിൻ്റെ മേലെ നമ്മൾ പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ ആ ഒരു പെയിൻറ്റിൻ്റെ ലെയർ എന്ത് ചെയ്യും? പെട്ടെന്നൊരു മോയ്സ്ചർ അല്ലെങ്കിൽ ഒരു ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യുന്ന ആ എക്സ്പോഷർ കുറയ്ക്കും. അപ്പോൾ അതൊരു പ്രൊട്ടക്റ്റീവ് ലെയർ അവിടെ ഉണ്ടാക്കും. Painting forms a protective layer on the surface of the metal. This layer prevents air and moisture from coming in contact with the metal, thus stopping corrosion. Example ആണ് പെയിൻറ്റിങ്. അയൺ ഗേറ്റ് നമ്മൾ പെയിൻറ്റ് ചെയ്യുന്നത്, ബ്രിഡ്ജസ്, റെയിലിങ്സ് ഒക്കെ പെയിൻറ്റ് ചെയ്യുന്നത്. അടുത്തതാണ് ഗാൽവനൈസേഷൻ എന്ന് പറഞ്ഞാൽ ആക്ച്വലി സിങ്കിൻ്റെ ഒരു ലെയർ വെച്ചിട്ട് കവർ ചെയ്യുന്നതാണ്. അപ്പോൾ ഇതും ഈ ഡിറക്റ്റ് മെറ്റലിൻ്റെ എക്സ്പോഷർ കുറയ്ക്കും. Galvanization is a process of coating iron or steel with a thin layer of zinc. Zincൻ്റെ ഒരു thin layer വെച്ചിട്ട് കോട്ട് ചെയ്യുക. Zinc prevents rusting by acting as a protective layer and also corrodes first, protecting the iron. അപ്പോൾ സിങ്ക് എന്ത് ചെയ്യും? ആദ്യം കൊറോഷൻ ഉണ്ടാക്കും. എന്നിട്ട് മീൻസ് സിങ്കിനെ കൊറോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് മാത്രമേ നമുക്ക് ഉള്ളിലുള്ള അയണിനെ കൊറോഡ് ചെയ്യാനുള്ളൊരു ഇത് വരുന്നുള്ളൂ. അപ്പോൾ സിങ്ക് അതിൻ്റെ മേലുള്ളൊരു ലെയർ ആയിട്ട് അവിടെ ആക്ട് ചെയ്യും. ഇപ്പോൾ എക്സാമ്പിളാണ് ഗാൽവനൈസ്ഡ് അയൺ ഷീറ്റ്സ് യൂസ്ഡ് ഫോർ റൂഫിംഗ്. ഇനി അടുത്തൊരു എക്സാമ്പിളാണ് ഓയിലിംഗ്. മീൻസ് അടുത്തൊരു പ്രിവെൻഷൻ ടെക്നിക്കാണ് ഓയിലിംഗ് ആൻഡ് ഗ്രീസിംഗ്. Oiling and greasing create a thin protective coating on the metal surface. മെറ്റൽ സർഫസിന് ഇവിടെയും ഒരു ലെയർ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഓയിലിംഗ് ആൻഡ് ഗ്രീസിങ്ങും നടത്തുന്നത്. അപ്പോൾ എക്സാമ്പിളാണ് ഓയിലിംഗ് മെഷീൻ പാർട്സ്, ബൈസിക്കിൾ ചെയിൻസ് ആൻഡ് ടൂൾസ്. ഇതൊക്കെ നമ്മൾ ഓയിൽ ചെയ്യാറുണ്ട്. അപ്പോൾ അതും ഒരു മീൻസ് പെട്ടെന്ന് തന്നെ കൊറോഷൻ നടക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും? ഹെൽപ്പ് ചെയ്യും. പെട്ടെന്ന് നടക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും.
ഇനി അടുത്തൊരു എക്സാമ്പിളാണ്, ഒരു ഡെയിലി ലൈഫ് എക്സാമ്പിളാണ് റാൻസിഡിറ്റി എന്ന് പറയുന്നത്. റാൻസിഡിറ്റി നമ്മൾ എല്ലാവരും കണ്ടിട്ടുണ്ട്. അപ്പോൾ വീട്ടിലൊക്കെ നമ്മളൊരു ഫുഡ് വാങ്ങിയിട്ട് നമ്മൾ കറക്റ്റായിട്ട് ഇത് സ്റ്റോർ ചെയ്തിട്ടില്ലെങ്കിൽ, ഇപ്പോൾ റെഫ്രിജറേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അതെന്ത് ചെയ്യും, സ്പോയിൽ ആയിട്ട് പോകും. എന്നിട്ട് നമുക്കൊരു ഫൗൾ സ്മെല്ല്, ഒരു ബാഡ് സ്മെല്ല് അവിടെ ഉണ്ടാവും. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ആക്ച്വലി അതിലുള്ള ഫാറ്റും ഓയിലും, ഇപ്പോൾ ഏതൊരു ഫുഡ് എടുത്താലും അതിലുള്ള ഫാറ്റും ഓയിലും ഉണ്ടാവും. ഈ ഫാറ്റും ഓയിലും മെല്ലെ ഓക്സിഡേഷൻ നടക്കും. അങ്ങനെ ആ ഒരു ഓക്സിഡേഷൻ എന്ന് പറഞ്ഞ കെമിക്കൽ റിയാക്ഷൻ അവിടെ നടന്നിട്ടാണ് ഈ ഫുഡ് എന്താവുന്നത്, സ്പോയിലായിട്ട് പോകുന്നത്. ആ ഒരു പ്രോസസ്സിനാണ് റാൻസിഡിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ റാൻസിഡിറ്റി ഈസ് ദ പ്രോസസ് ഇൻ വിച്ച് ഫാറ്റ്സ് ആൻഡ് ഓയിൽ പ്രസന്റ് ഇൻ ദ ഫുഡ് ഗെറ്റ് ഓക്സിഡൈസ്ഡ് വെൻ എക്സ്പോസ്ഡ് ടു എയർ, റിസൾട്ടിങ് ഇൻ ആൻ അൺപ്ലസന്റ് സ്മെൽ ആൻഡ് ടേസ്റ്റ്. ഇപ്പോൾ എക്സ്പ്ലനേഷൻ പറയുകയാണെങ്കിൽ, ഫുഡ് ഐറ്റം കണ്ടെയ്നിങ്, എല്ലാ ഫുഡ് ഐറ്റത്തിലും ഫാറ്റും ഓയിലും ഉണ്ടാവും, മീൻസ് മാക്സിമം മെജോറിറ്റി, slowly with oxygen in the air. This oxidation spoils the food and make it unsafe or unpleasant to consume. ഇനി എക്സാമ്പിൾ ആണ് സ്പോയിലേജ് ഓഫ് ചിപ്സ് ആൻഡ് ഫ്രൈഡ് സ്നാക്ക്, ബാഡ് സ്മെൽ ഇൻ ബട്ടർ ഓർ ഗീ കെപ്റ്റ് ഓപ്പൺ ഫോർ ലോങ് ടൈം. ഓക്കെ, അപ്പോൾ ഇതൊക്കെ എക്സാമ്പിൾ. ഇതെങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാം? അപ്പോൾ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കുള്ള ടെക്നിക്സ് നോക്കാം. യൂസിങ് എയർ ടൈറ്റ് കണ്ടെയ്നർ. എയർ ടൈറ്റ് മീൻസ് എയർ കടക്കാത്ത കണ്ടെയ്നേഴ്സിൽ നമ്മളിത് സ്റ്റോർ ചെയ്യാം. അപ്പോൾ എയർ കടക്കാത്ത കണ്ടെയ്നേഴ്സിൽ സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ ഡിറക്റ്റ് ഓക്സിജൻ അല്ലെങ്കിൽ മോയ്സ്ചറിനായിട്ടുള്ള കോണ്ടാക്റ്റ് കുറയ്ക്കും. വേറൊരു എക്സാമ്പിളാണ് ആഡിങ് ആൻറ്റി ഓക്സിഡൻറ്റ്. സബ്സ്റ്റൻസസ് ലൈക്ക് വൈറ്റമിൻ ഇ ആൻഡ് വൈറ്റമിൻ സി സ്ലോ ഡൗൺ ഓക്സിഡേഷൻ. വൈറ്റമിൻ ഇ അല്ലെങ്കിൽ വൈറ്റമിൻ സി പോലത്തെ ആൻറ്റി ഓക്സിഡൻസ് നമ്മൾ ഈ ഒരു ഫുഡിലേക്ക് ആഡ് ചെയ്യുകയാണെങ്കിൽ അത് ഓക്സിഡേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സിനെ സ്ലോ ഡൗൺ ചെയ്യും. പിന്നെ വേറൊരു എക്സാമ്പിളാണ് ഫ്ലഷിംഗ് ഫുഡ് പാക്കറ്റ്സ് വിത്ത് നൈട്രജൻ ഗ്യാസ്. അത് നമ്മൾ കാണാറുണ്ട്. നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന ചിപ്സിലൊക്കെ കംപ്ലീറ്റ്ലി ഗ്യാസ് ഫിൽഡ് ആയിരിക്കും, നൈട്രജൻ ഗ്യാസ് ഫിൽഡ് ആയിരിക്കും. അതും ഒരു പ്രിസർവേറ്റീവ് പോലെയാണ് അവിടെ, മീൻസ് അത് കേടുവരുന്ന ഒരു റാൻസിഡിറ്റിനെ തടയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നൈട്രജൻ ഗ്യാസ് ചിപ്സിലെല്ലാം വേണ്ടി യൂസ് ചെയ്യുന്നത്. അത് അതിൻ്റെ ഷെൽഫ് ലൈഫ് ഇൻക്രീസ് ചെയ്യും. സോ നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ഈ ചാപ്റ്ററിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മൾ അടുത്ത പാർട്ടിൽ, അടുത്ത വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക ഹാപ്പി സ്കൂളിനെ. സോ താങ്ക് യു.